السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അർബഈന ഹദീസിലെ ഇരുപതാമത്തെ ഹദീസാണ് അസ്സിദ്ഖു വൽ കിബ്ർ, സത്യവും നുണയും. സത്യം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. നുണ എന്ന് പറയുന്നത് നമ്മൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാണ്. താൽക്കാലികമായ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ മറ്റു ലാഭങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയോ ഒക്കെ ആണ് നമ്മൾ നുണ പറയാറുള്ളത്. നുണ എന്ന് പറയുന്നത് ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ ഉള്ളതിൽ തന്നെ വെച്ച് കെട്ടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യത്തെക്കുറിച്ചും നുണയെക്കുറിച്ചും പലയിടങ്ങളിലായിട്ട് പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇവിടെ നോക്കൂ, ഹദ്ദസനാ ഉസ്മാൻ ഇബ്നു അബി شيبة حدثنا جرير عن منصور عن أبي وائل عن عبد الله رضي الله عنه عن النبي صلى الله عليه وسلم قال إن الصدق يهدي إلى البر. നന്മ, സത്യം എന്നത് യഹ്ദി ഇലൽ ബിർ, നന്മയിലേക്ക് നയിക്കും, ഗുണത്തിലേക്ക് നയിക്കും. വഇനൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, ഗുണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നന്മ എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് നയിക്കും. ഒരാള് അയാൾ സിദ്ദീഖാവുന്നത് വരെ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം എല്ലാ സ്ഥലത്തും സത്യം മാത്രം പറയുകയും സത്യം മാത്രം ചെയ്യുകയും നന്മ മാത്രം ചെയ്യുകയും ചെയ്യുമ്പോൾ സിദ്ദീഖ് എന്ന പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒറ്റ തവണ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ വിശ്വസിച്ചതിന്റെ പേരിലാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന് മുത്തനബി പേര് വെച്ചത്. അപ്പോൾ ആ രീതിയിൽ എല്ലാ രംഗത്തും സത്യം മാത്രം ചെയ്യുകയും നന്മ മാത്രം ചെയ്യുകയും പറയുകയും ചെയ്യുന്നയാൾ സിദ്ദീഖ് എന്ന പദവിയിലേക്ക് എത്തുന്നു. ഇതിന് ഓപ്പോസിറ്റാണ് തിന്മ അല്ലെങ്കിൽ കളവ് എന്ന് പറയുന്നത്. ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, കളവ് ഒരാളെ തെമ്മാടിയാക്കി മാറ്റും, കളവ് ഒരാളെ വൃത്തികെട്ടവനാക്കി മാറ്റും. ഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ, തെമ്മാടിത്തരം അല്ലെങ്കിൽ തെമ്മാടികൾ, തോന്നിവാസം ചെയ്യുന്ന ആളുകൾ, തോന്നിയത് പറയുന്നത്, തോന്നിയത് ചെയ്യുന്നത്, തിന്മ ചെയ്യുന്നത്, അത് ഒരാളെ നരകത്തിലേക്കാണ് നയിക്കുക. നേരത്തെ സിദ്ദീഖ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരാള് നുണ പറഞ്ഞ് നുണ ചെയ്ത് വൃത്തികേട് ചെയ്ത് അള്ളാഹുവിന്റെ അടുക്കൽ അവൻ തെമ്മാടിയായി, നുണ പറച്ചിലുകാരനായി, നന്മ വറ്റിപ്പോയവനായി മാറ്റപ്പെടും എന്നതാണ് പറയുന്നത്. അപ്പോൾ ഏത് ഘട്ടത്തിലും, ഏത് പ്രയാസഘട്ടത്തിലും, എത്ര പ്രയാസമുണ്ടെങ്കിലും സത്യം മാത്രം ചെയ്യുകയും പറയുകയും നന്മ മാത്രം ചെയ്യുകയും ചെയ്യുക എന്നുള്ളവർക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. മറ്റുള്ളവർക്ക് അള്ളാഹുവിന്റെ സഹായത്തിന് പകരം ശൈത്താന്റെ പ്രേരണയും അതുവഴി നരകവുമാണ് ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ ഹദീസ് നോക്കൂ. ഹദീസുൽ ഖിയാനത്തുൽ അമാന, വിശ്വസിച്ചവന് വഞ്ചിക്കുക എന്ന് പറയുന്നത്. ഹിപ്പോക്രൈറ്റ് ആവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുനാഫിഖ് ആവുക, കപട വിശ്വാസിയാവുക, പുറത്തൊന്നും ഉള്ളിലൊന്നും വെച്ചുകൊണ്ട് സംസാരിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതാണ് മുനാഫിഖ് എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മളെ പ്രതീക്ഷകളെ താളം തെറ്റിച്ച് നമ്മൾ അങ്ങനെയൊക്കെ അവൻ ചെയ്യുമോ അല്ലെങ്കിൽ പറയോ എന്നൊക്കെ കരുതുന്ന ആളുകൾ പലപ്പോഴും അങ്ങനെ പറയാറും ചെയ്യാറൊക്കെ ഉണ്ട്. അവർ യഥാർത്ഥത്തിൽ ഈ മുനാഫിഖീങ്ങളാണ്, അല്ലെങ്കിൽ കപട വിശ്വാസികളാണ്, പുറത്തൊന്നും ഉള്ളിലൊന്നും കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അതിനെക്കുറിച്ചാണ് ഈ ഹദീസ്. حدثنا سليمان أبو الربيع قال حدثنا إسماعيل بن جعفر قال حدثنا نافع بن مالك عن أبي عامر أبو سهيل عن أبيه عن أبي هريرة عن النبي صلى الله عليه وسلم قال. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആയത്തുൽ മുനാഫിഖി സലാസൻ, കപട വിശ്വാസിയുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ 3 താഴെ പറയാൻ പോകുന്ന 3 കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്കുണ്ടെങ്കിൽ നമ്മൾ കപട വിശ്വാസിയാണ്, വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ കപട വിശ്വാസികളാണ്, പുറത്തൊന്നും ഉള്ളിലൊന്നും വെച്ച് നടക്കുന്ന ആളുകളാണ്. ഒന്ന്, ഇദാ ഹദ്ദസ കദബ, സംസാരിക്കുമ്പോൾ കളവ് പറയുന്നു. സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കളവ് പറയും. സത്യം പറയേണ്ട സ്ഥലത്തു കൂടെ, നുണ പറയേണ്ടാത്ത സ്ഥലത്തു കൂടെ കളവ് കടന്നു വരും. കാരണം കളവ് പറയുന്നത് ശീലമായിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ കളവ് പറയും. അതുപോലെ തന്നെ വഇദാ വഅദ അഖ്ലഫ, എന്തെങ്കിലുമൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലംഘിക്കും. ഞാൻ നാളെ വരാം എന്ന് പറഞ്ഞാൽ നാളെ പോവില്ല.
ഞാൻ 3 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ 3 മണിക്ക് പോകില്ല. ഞാനത് തരാമെന്ന് പറഞ്ഞാൽ അത് തരില്ല. ഞാനത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കില്ല. ഈ രീതിയിൽ എന്തെല്ലാമോ വാഗ്ദാനങ്ങൾ പറയുന്നു. ആ വാഗ്ദാനത്തെ ലംഘിക്കുകയും അതിനെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് അവർക്കുണ്ടാവുക. അവസാനമായി ഇത് തുമിന ഖാന, ആരെങ്കിലും ഒരാൾ അവനെ വിശ്വസിച്ചാൽ അവനെ വഞ്ചിക്കുക തന്നെ ചെയ്യും. അവനെ വിശ്വസിച്ച് ഒരു 50,000 രൂപ ഏൽപ്പിച്ചിരുന്നു. അവന് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ അടുത്ത് തന്നിട്ടില്ലല്ലോ. ഈ രീതിയിൽ, അത് ഉദാഹരണം പറഞ്ഞാൽ, ഈ രീതിയിൽ സാമ്പത്തികമായും മറ്റു ഇടപാടുകളിലും അല്ലെങ്കിൽ സാമൂഹികമായും മറ്റു കാര്യങ്ങളിലൊക്കെ ആരെങ്കിലും ഇവനെ വിശ്വസിച്ച് എന്തെങ്കിലും ഏൽപ്പിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിനെ ലംഘിക്കുകയും അതിനെ വഞ്ചിക്കുകയും പറയാൻ പാടില്ലാത്ത സ്ഥലത്ത് അതിനെ പറയുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത ഹദീസ്, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞാൽ നടക്കുന്നുണ്ടല്ലോ. നമ്മൾ ശരിക്കും മുസ്ലിമീങ്ങളാണോ? മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, മറ്റു മുസ്ലിമീങ്ങൾ നമ്മുടെ നാവിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ കരങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവരാണ്. എന്ന് പറയുമ്പം നമ്മൾ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു പ്രവർത്തനം കൊണ്ടോ അവരെ വേദനിപ്പിക്കാൻ പാടില്ല. വേറെ ഹദീസിൽ കാണാം മൻ സലിമൻ നാസൂൻ, ജനങ്ങളാകെയും നമ്മിൽ നിന്നും രക്ഷപ്പെടാം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലും നമ്മെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വൽ മുഹാജിറു, മുഹാജിർ എന്ന് പറഞ്ഞാൽ ഹിജ്റ പോയവർ എന്നാണ്. ശരിക്കും മുത്തുനബിയുടെ കൂടെ ഹിജ്റ പോയവർക്കാണ് അതിൻ്റെ പ്രയോഗം ഉള്ളത്. പക്ഷേ ഈ ഹദീസുൽ മുഹാജിർ എന്ന് പറയുന്നത് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കിയവനെ കുറിച്ചാണ് ഇവിടെ ഹിജ്റ പോയവൻ അല്ലെങ്കിൽ മുഹാജിർ എന്ന് പറയുന്നത്. ഈ രീതിയിലാണ്.